ചെന്നൈയെ തോൽപ്പിച്ച വലിയ ആത്മവിശ്വാസത്തിലാണ് പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സിനെ നേരിടാനെത്തുന്നത്. ശ്രേയസ് അയ്യരുടെ നായകത്വത്തിൽ ഇറങ്ങുന്ന പഞ്ചാബിനെ പ്രിയാൻ ഷാരിയ, പ്രഭ്സിമ്രാൻ സിംഗ് എന്നിവരുടെ ഫോം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. മറുവശത്ത് ഇഷാൻ കിഷൻ നയിക്കുന്ന ഹൈദരാബാദ് ഈ സീസണിൽ ഇൻകൺസിസ്റ്റന്റ് ആണ്. എങ്കിലും ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ എന്നിവർ നൽകുന്ന വെടിക്കെട്ട് തുടക്കം ഹൈദരാബാദിന് കരുത്താകും. നേർക്കുനേർ കണക്കുകളിൽ ഹൈദരാബാദിനാണ് മുൻതൂക്കം. ഇതുവരെ ഏറ്റുമുട്ടിയ 24 മത്സരങ്ങളിൽ 17-ൽ ഹൈദരാബാദ് ജയിച്ചപ്പോൾ പഞ്ചാബിന് ജയിക്കാനായത് 7-ൽ മാത്രം. രണ്ടാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഡൽഹി ക്യാപിറ്റൽസ് ആണ് എതിരാളികൾ. CSK ക്യാമ്പിൽ നിന്ന് വരുന്നത് ആരാധകർക്ക് നിരാശ നൽകുന്ന വാർത്തകൾ തന്നെ. തലധോണി ഇന്നത്തെ മത്സരത്തിലും കളിക്കില്ല. ദക്ഷിണാഫ്രിക്കൻ താരം ഡെവാൾ ബ്രവിസ് CSK നിരയിൽ തിരിച്ചെത്തും. ഋതുരാജ് ഗൈക്വാദും സംഘവും സീസണിലെ തങ്ങളുടെ ആദ്യ ജയം തേടിയാണ് ഇന്ന് ഇറങ്ങുന്നത്. മറുഭാഗത്ത് ഡൽഹി ക്യാപിറ്റൽസ് വിജയവഴിയിൽ തിരിച്ചെത്താനാണ് ഇറങ്ങുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്തിനോട് അവസാന നിമിഷം തോൽവി ഏറ്റുവാങ്ങിയെത്തുന്ന അക്ഷറും സംഘവും മികച്ച ഫോമിലാണ്. ബാറ്റിംഗിലും ബൗളിംഗിലും ഡൽഹിക്ക് തലവേദനകളില്ല. ചെപ്പോക്കിലെ സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചിൽ ചെന്നൈക്കും ഡൽഹിക്കും ഒരേപോലെ തിളങ്ങാനാകും. കണക്കുകളിൽ ഡൽഹിക്കെതിരെ ചെന്നൈക്കാണ് വ്യക്തമായ ആധിപത്യം. 31 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ 19-ലും ജയം ചെന്നൈക്കൊപ്പം. ഡൽഹിക്ക് ജയിക്കാനായത് 12-ൽ മാത്രം. ടീമിൽ തിരിച്ചെത്തുന്ന ബേബി ചെന്നൈക്കായി വിസ്മയം തീർക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.